മുസ്ലിം ലീഗിൻ കർമ്മ സരണിയിലായി ധർമ്മ സമരം നയിച്ച സയ്യിദാക്കൾ കായിക മില്ലത്തും ബാപ്പയ്ക്ക് തങ്ങളും പൂക്കോയ തങ്ങളോരും മുന്നിൽ സീതി സാഹിബും വന്നു നമ്മിൽ. സ്നേഹത്തിനു പകരം സ്നേഹം വാങ്ങിവെച്ചവർ, അസ്വസ്ഥതകൾക്ക് സാന്ത്വനം പകർന്നവർ, തെറ്റുകൾ ശരികളെ മറികടക്കാൻ ശ്രമിച്ചപ്പോൾ ഉറച്ച സ്വരത്തിൽ അരുതെന്നാജ്ഞാപിച്ചവർ, വൈരാഗ്യത്തിന്റെ കനലുകൾ ആളിക്കത്താതെ വിദ്വേഷത്തിന്റെ കാറ്റിനെ തടുത്തു നിർത്തിയവർ, പക്ഷേ നികത്താൻ കഴിയാത്ത വിടവ് നൽകി യാത്രയായി. 1936 മുതൽ 2009 വരെ ഒരു മഹാനുഭാവന്റെ ആയുഷ്കാലം. 1975 സെപ്റ്റംബർ 1 ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ സംസ്ഥാന പ്രസിഡന്റായി സ്ഥാനാരോഹണം. മർദ്ദിതർക്ക് ആശ്രയമായി, ദുഃഖിതർക്ക് സാന്ത്വനമായി, ആത്മീയതയുടെ അമരത്വം, രാഷ്ട്രീയത്തിന്റെ തലപ്പത്തും നീതിയുടെ കാവലാളായി, നേരിനും നന്മയ്ക്കുമൊപ്പം സുസ്മേരവദനായി കാവലിരുന്ന 3.5 പതിറ്റാണ്ട്. ശത്രുപക്ഷം പോലും ഭവ്യതയുടെ മുന്നിൽ വന്ന് ബഹുമാനപൂർവം സ്വരം താഴ്ത്തുന്ന മഹത്തായ വ്യക്തിത്വത്തിനുടമ. ഇങ്ങനെയൊരാൾ ഇനി മുസ്ലിം കൈരളിക്കും ഇന്ത്യൻ രാഷ്ട്രീയത്തിനും ലഭിക്കുമോ? ഗ്രാമീണ രാഷ്ട്രീയ കവലയോഗത്തിൽ നിന്ന് പാർലമെന്റിന്റെയും ഇന്ത്യയുടെ ആസ്ഥാന രാഷ്ട്രീയ നഗരിയുടെയും നടുത്തലത്തിൽ വരെ ന്യൂനപക്ഷ രാഷ്ട്രീയത്തിന്റെ സാന്നിധ്യം എത്തിച്ച് മുഖ്യധാരാ പാർട്ടികളുടെ മുഖ്യ രക്ഷാധികാരികൾ വരെ ഏറെ ബഹുമാനപൂർവം ഇരിപ്പിടം നീക്കിവെച്ച് നൽകി സ്നേഹിച്ചു ബഹുമാനിച്ചപ്പോൾ ന്യൂനപക്ഷ ദളിത് പിന്നോക്ക രാഷ്ട്രീയ അമരത്തിരുന്ന് എന്തൊന്ന് നേടിയെടുക്കാനാണോ തേര് തെളിച്ചത്? അത് ലക്ഷ്യം കണ്ടതിന്റെ ആത്മനിർവൃതി. മതത്തിലും രാഷ്ട്രീയത്തിലും അതിരുവിട്ടില്ല, ആർക്കും അതിരു കൽപ്പിച്ചില്ല. സുസമ്മതൻ എന്നത് ആലങ്കാരികമായിരുന്നില്ല, മനസ്സിന്റെ അംഗീകാരമായിരുന്നു. അംഗീകാരങ്ങൾ ഒരിക്കലും അഹങ്കാരത്തിന്റെ കിരീടം ചൂടിച്ചില്ല. മുസ്ലിം ആത്മീയതയ്ക്കും ഇന്ത്യൻ രാഷ്ട്രീയത്തിനും ജീവിതം മാതൃകയാക്കി വെച്ച് കൺമറഞ്ഞകന്ന മഹാൻ മർഹൂം പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ. കൂടപ്പിറപ്പുകൾക്ക് വേണ്ടി ജീവിതം പകുത്തു നൽകി ആയുസ്സിന്റെ പാതിയിലധികവും പ്രവാസ ലോകത്ത് പണയം വെച്ച് പടിയെടുത്ത് ജീവിക്കുന്ന മലയാളികൾ, പ്രവാസികൾ. പാണക്കാടിൻ രാഷ്ട്രീയത്തെ പ്രണയിച്ച് ഹരിതക്കൊടി വാനിലുയർത്തിയവർ പ്രവാസ ലോകത്തും ഒത്തുചേർന്നു. പ്രവാസ ലോകത്ത് മുസ്ലിം ലീഗിന്റെ ഒരുമ KMCC, കേരള മുസ്ലിം കൾച്ചറൽ സെന്റർ. കടലും കടന്ന് മണൽക്കാട്ടിൽ ചെന്നെത്തിയത് സ്വന്തം കുടുംബത്തിനു വേണ്ടി. പക്ഷേ അപരന്റെ നൊമ്പരങ്ങൾക്കും വ്യതകൾക്കും വേവനാദികൾക്കും പരിഹാരം പകരാൻ ഉള്ളതിലൊരു പങ്ക് നീക്കിവെച്ച് കടലും കടന്ന് കാരുണ്യത്തിന്റെ കുഞ്ഞു തിരകളായി അവ കേരളത്തിലേക്ക്. പ്രവാസ ലോകത്തെ തൊഴിലിടങ്ങളിലെ പ്രയത്നങ്ങൾ സ്വന്തം കുടുംബത്തോടൊപ്പം അപരനും അനുഭവിച്ചു തുടങ്ങിയ പുതിയ കാരുണ്യക്കാഴ്ച. ഈ കാരുണ്യപ്രവാഹത്തിന്റെ നീർച്ചാലായി KMCC. ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ തുല്യതയില്ലാത്ത സേവനങ്ങൾക്ക് മുസ്ലിം ലീഗ് പ്രസ്ഥാനം നേതൃത്വം നൽകിയപ്പോൾ അതിൽ സഹായത്തിന്റെ തണൽ വിരിച്ച KMCC ധാർമ്മിക മൂല്യങ്ങളെ നെഞ്ചേറ്റി സേവന വഴിയിൽ ലോകത്തിന് മാതൃക പകർന്നു മുന്നേറുകയാണ്. ഗൾഫ് മേഖലയൊട്ടും സാന്നിധ്യമുള്ള KMCC അനുദിനം പുതിയ പ്രദേശങ്ങളിൽ രൂപീകൃതമായി കൊണ്ടിരിക്കുകയാണ്. ജന്മനാട് വിട്ട് മറുനാട്ടിലെത്തിയ പ്രവാസിയുടെ ക്ഷേമപ്രവർത്തനങ്ങൾ മുഖ്യ ലക്ഷ്യമായും പ്രവാസ ലോകത്തു നിന്ന് അനുഗ്രഹമായി ലഭിക്കുന്ന വിഭവങ്ങൾ കൊണ്ട് ജന്മനാട്ടിലെ പാവങ്ങളുടെ നൊമ്പരങ്ങൾ അകറ്റാനും അവരുടെ പരിശ്രമം. ഓരോ മലയാളിയും അഭിമാനപൂർവം നെഞ്ചേറ്റുന്ന ഹരിതരാഷ്ട്രീയത്തിന്റെ പ്രവാസ കൂട്ടായ്മ KMCC. മഹാനായ മഹാനുഭാവൻ മർഹൂം സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ ജീവിതം കൊണ്ട് കൊളുത്തിയ നേരിന്റെ വെട്ടത്തിരുന്ന്, നന്മയുടെ ലോകത്തിരുന്ന്, സത്യത്തിന്റെ അരികത്തിരുന്ന്, സാന്ത്വനത്തെ മാതൃകയാക്കി കാരുണ്യത്തെ ലക്ഷ്യമാക്കി മസ്കത്ത് മബേല ഏരിയ KMCC പ്രവൃത്തിപഥത്തിൽ 3ാം വർഷത്തിലേക്ക്.
തളിരിലകളിൽ ഒളിമിന്നിയ ഹിമകണം പോലെ, പനിനീരിൻ മാറിലെ തേൻകണം പോലെ, ഇളം കാറ്റിൻ മർമ്മര സംഗീതം പോലെ, മുല്ലപ്പൂവിൻ പരിമളമായി 1936 മുതൽ 2009 വരെ നമ്മുടെ കൺവെട്ടത്ത് ജീവിതം കൊണ്ട് വഴികാട്ടി, ഇന്ന് നമ്മുടെ കൺവെട്ടത്ത് നിന്ന് മറഞ്ഞ് നമ്മുടെ ഹൃദയത്തിൽ ഒളിച്ച് ഓരോ നന്മ നിറഞ്ഞ സേവനത്തിലൂടെയും ജീവിക്കുന്നു. വാക്കുകളുടെ പേമാരി കൊണ്ടോ അക്ഷരക്കൂനുകൾ കൊണ്ടോ അനുസ്മരിച്ചാൽ തീരാത്ത ആ ദിവ്യ ജ്യോതിസിൻ സ്മരണകളിലേക്ക് ഹൃദയം പണയപ്പെടുത്താൻ ഒത്തുകൂടാൻ KMCC മബേല ഏരിയ കമ്മിറ്റി ഒരുക്കുന്ന ശിഹാബ് തങ്ങൾ അനുസ്മരണ സംഗമത്തിലേക്ക് നിങ്ങൾക്കേവർക്കും ഹൃദയം തൊട്ട സ്വാഗതം.